ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് എൻ്റെ ആത്മകഥയിൽ നിന്ന് എന്താ പറയുക അടർത്തിയെടുത്ത ഒരു ചെറിയൊരു കാര്യമായിട്ടോ വന്നേക്കുന്നത്. കാര്യം പറഞ്ഞാൽ ഒരു തമാശയുള്ളൊരു കാര്യമാണ്. തമാശ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെല്ലാം കടന്നു പോകുന്നത്. നമ്മൾ പണ്ടൊക്കെ കഥപുസ്തകങ്ങളിലൊക്കെ വായിക്കുകയല്ലായിരുന്നോ, എന്താ പറയുക അഹങ്കാരം ആപത്ത്, അതുപോലെ തന്നെ കുറുക്കനൊക്കെ ആയിരിക്കും അല്ലേ അഹങ്കാരികളും, അതുപോലെ തന്നെ കുറുക്കന്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പാവങ്ങളായ കുറച്ച് കാര്യങ്ങൾ ആൾക്കാരൊക്കെ ഇല്ലേ. അപ്പോൾ അതുപോലെ എനിക്ക് പറ്റിയ ഒരു അഹങ്കാരത്തിൻ്റെ ഒരു കഥയാട്ടോ ഞാനും പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഡെലിവറി എന്ന് വെച്ചാൽ എനിക്ക് സിസേറിയൻ ആയിരുന്നു. അപ്പം എന്നെ ഓപ്പറേഷന് വേണ്ടി നമ്മൾ ഇന്ന ദിവസം അഡ്മിറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ കാർമലിലായിരുന്നു, പാലായിലും. അപ്പം അന്ന് ഈ കൊറോണ സമയത്തൊക്കെ ആട്ടോ, കൊറോണയാണ് ഫുൾ എല്ലായിടത്തും. അപ്പോൾ ആ കൊറോണ സമയത്ത് ഉണ്ടായതാട്ടോ എൻ്റെ കുഞ്ചി. അപ്പോൾ കൊറോണ സമയത്താണ് നമ്മൾ ഓപ്പറേഷന് വേണ്ടി ചെല്ലുന്നത്. അപ്പോൾ ഇന്ന ദിവസം അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അപ്പോൾ നാളെ ഓപ്പറേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളോട് അഡ്മിറ്റ് ആവാൻ വേണ്ടി പോയിട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താണ് പറയുക കൊറോണ ടെസ്റ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ട് കയറത്തുള്ളൂ കേട്ടോ. അപ്പം ആശുപത്രിയുടെയൊക്കെ ഒരു പുറകുവശത്താണ് ഈ കൊറോണ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമേ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കൊറോണ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. എന്ന് വെച്ചാൽ ഗർഭിണിമാർ മാത്രമല്ല, ആ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാവരും അവിടെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് ഗർഭിണിമാരിങ്ങനെ ഇരിക്കും കേട്ടോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം എല്ലാവരുടെ നടുക്കാട്ടോ ഞാനിരിക്കുന്നത്. അപ്പം നമ്മളെല്ലായിടത്തും നടുക്ക് കയറിയൊന്നും എല്ലാവരോടും വർത്താനം പറയുമോ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. അപ്പം ഞാനങ്ങനെ എല്ലാവരുടെ കുറേ പേരുടെ നടുക്കും കയറിയിരുന്നങ്ങ് വർത്താനമൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ. അപ്പം ഈ പുറത്തുനിന്ന് വരുന്ന ചേട്ടന്മാരെല്ലാം പകുതി പേർക്കും ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വരുന്നുണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയേ. അപ്പോൾ ചെയ്യുന്നവർക്ക് എല്ലാവരുടെയും പോസിറ്റീവാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് എല്ലാവരുടെ നടുക്കിരുന്ന് പറയുമോ, അതെ, ഒരു കണക്കിന് ഇവർ ചെയ്യുന്നത് ഭയങ്കര കഷ്ടമാണ്. കാര്യം നമ്മളെപ്പോലെയുള്ള എന്താ പറയുക ഗർഭിണിമാർ ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ സാധാരണപ്പെട്ട മനുഷ്യരൊക്കെ വന്ന് പോസിറ്റീവാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഗർഭിണിമാർക്ക് അങ്ങനെ അധികം വരാറില്ല. കാരണം അവർ ആരുമായിട്ട് അങ്ങനെ സമ്പർക്കത്തിനൊന്നും പോകാറില്ലല്ലോ. അപ്പോൾ പറയാം ഞാനിങ്ങനെ വലിയ ഗമക്കിരുന്ന് പറയുക, ഗർഭിണിമാരെ ശരിക്കും വേറെ സ്ഥലത്ത് വല്ല സെപ്പറേറ്റ് എന്ന് വെച്ചാൽ കൊച്ചിനും തള്ളയ്ക്കും കൂടെ അത് ബുദ്ധിമുട്ടാവുകയല്ലേ ഈ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഗർഭിണിമാരെ വേറെ സ്ഥലത്ത് ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊണ്ടുപോകേണ്ടതായിരുന്നു. കാരണം എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ കുറേ പേർക്കൊക്കെ പോസിറ്റീവ് ആവുന്നുണ്ട്. ചിലപ്പോൾ അവരുടെയൊക്കെ കയ്യിൽ നിന്ന് നമുക്കും കിട്ടിയാലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വലിയ ചാടൊക്കെ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് കത്തി വെക്കും എല്ലാവരുടെ അടുത്തിരുന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും ശരിയാ, ഒരു കണക്കിന് പറഞ്ഞത് ശരി. അവിടെ വന്ന് അവർ വല്ലതും തുമ്മുവോ ചുമക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും കിട്ടിയാലേ, നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് പിള്ളേർക്ക് ബുദ്ധിമുട്ടാണ്, അവർക്ക് ബുദ്ധിമുട്ടാണ്, ഇവർക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാം ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം ഞങ്ങൾ ആശുപത്രി പോകുന്നത് ചേട്ടായും എൻ്റെ അമ്മയും കൂടെ കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയും ചേട്ടായും കൂടെ കൂടി എന്നെ ആശുപത്രിയിൽ ഇങ്ങനെ അമ്മ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പം അടുത്തത് എൻ്റെ ആട്ടോ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ടെസ്റ്റ് ചെയ്യുന്നത് ആൻറ്റിജൻ ടെസ്റ്റാണ്. അപ്പോൾ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചു. അപ്പം ഞാൻ ചെയ്തു കേട്ടോ. ചെയ്ത് കഴിഞ്ഞപ്പം എന്നോട് ചോദിച്ചു, സിതാര അഡ്മിറ്റ് ആവാൻ വന്നേക്കുന്നതല്ലേ? ഞാൻ പറഞ്ഞു അതെ. അന്നൊരു കാര്യം ചെയ്യുക, സിതാര താഴത്തേക്ക് പോയിക്കോ, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യണം, ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തിട്ട് പോരെ എന്ന് പറഞ്ഞ് സിസ്റ്റർ എന്നോട് പറഞ്ഞു. എന്നാൽ പിന്നെ ടെസ്റ്റ് ചെയ്തിട്ട് വരാമല്ലോ എന്ന് ഓർത്ത് ഞാൻ പയ്യെ അങ്ങോട്ടങ്ങ് മാറിയപ്പോഴത്തേക്കും അതെ സിത്താര അവിടെ പോവല്ലേ, സിത്താര അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് ദൈവമേ ഈശ്വരാന്ന് ഓർത്ത് ഞാൻ അവിടെ നിന്നു കേട്ടോ. അവിടെ സിനിമയ്ക്കകത്ത് മീശമാധവനകത്ത് ഹരിശ്രീയോട് ജഗതി പറയുന്ന പോലെ സുഗുണം പോകരുത് എന്ന് പറയുന്ന പോലെ ഞാനവിടെ നിന്നു കഴിയുമ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു സിത്താര പോസിറ്റീവ് ആട്ടോ എന്ന് പറഞ്ഞു. ഈശ്വരനെ, അത്രയും നേരം എൻ്റെ ഈ കയ്യെ പിടിച്ചുകൊണ്ടിരുന്ന അമ്മ കുറച്ച് അകലെ അങ്ങ് മാറി നിന്നു കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ചേട്ടായി അങ്ങ് മാറി നിന്നു കേട്ടോ. അപ്പം ഞാൻ ഈ പറയുന്ന എന്താ പറയുക, ഞാൻ ഈ നടുക്കിരുന്ന കുറേ പെണ്ണുങ്ങൾ ഒരു 5-6 പെണ്ണുങ്ങളുടെ നടുക്കിരുന്നാണ് ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞത്. ഞാൻ അവരെ എല്ലാം നോക്കിയപ്പോൾ അവർ അയ്യോ ഈ പെണ്ണ് കൊറോണ കൊണ്ട് വന്നാൽ ഞങ്ങളുടെ നടുക്ക് വന്നിരുന്ന് വർത്താനം പറഞ്ഞു എന്നുള്ള രീതിയിൽ അവരെല്ലാം എന്നെ നോക്കുക. ഞാൻ ഒട്ടും പിടിച്ചിട്ട് ഞാൻ പയ്യെ എഴുന്നേറ്റ് പോയി. ഞാൻ അപ്പുറം മാറിയിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ അടുക്കുന്നില്ല, എല്ലാവരും മാറിപ്പോയി കേട്ടോ എൻ്റെ അടുത്തുനിന്ന്. അപ്പം ഇത് കൊറോണ ആയതുകൊണ്ട് അവർ ഞങ്ങളോട് പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യുക, നിങ്ങളെ എന്താ പറയുക ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റണം. അത് എന്ന് വെച്ചാൽ 6-ാമത്തെയോ 7-ാമത്തെയോ അങ്ങോട്ട് നിലയിലാണ്. അപ്പോൾ അവിടെ ഐസൊലേഷൻ വാർഡിനകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മളെ അവിടെ കൊണ്ട് പൂട്ടിയിട്ട് പിറ്റേ ദിവസം ആ ഓപ്പറേഷൻ. ഞങ്ങളവിടെ ചെന്ന് ഞങ്ങൾക്ക് മുറ്റത്തും ഇറങ്ങത്തില്ല, പുറത്തോടെ ഇറങ്ങത്തില്ല, ഒരിടത്തും ഇറങ്ങത്തില്ലാതെ ശ്വാസം മുട്ടി അതിനകത്ത് വന്ന് ഞങ്ങളിങ്ങനെ കിടന്നു കേട്ടോ. അമ്മയുണ്ട് എൻ്റെ കൂട്ടത്തിൽ. ചേട്ടായി പുറത്തേക്ക് പോകുന്നുണ്ട്, ചേട്ടാനെ പിന്നെ അകത്തേക്ക് കയറ്റിയല്ല, കാരണം കൊറോണയല്ലേ എനിക്ക്. അങ്ങനെ ഞാൻ തന്നെ കിടന്നു കേട്ടോ. അപ്പോൾ അന്നൊരു വിശപ്പെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വിശപ്പാണ്. എന്ന് വെച്ചാൽ ഇവർ തരുന്നത് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്ന് താഴെ കൊണ്ട് വെച്ച് നമുക്ക് മേടിച്ച് കഴിക്കാം. അപ്പോൾ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ഇരുന്നപ്പോൾ തന്നെ അവിടെയുള്ള മനുഷ്യരെല്ലാം സിസ്റ്റർമാരെല്ലാം ചോദിച്ചത് ആ പെണ്ണിന് കൊറോണ ആയിരുന്നല്ലേ, അയ്യോ അതിവിടെ നിന്ന് ഇത്രയും നേരം വർത്താനം പറഞ്ഞിട്ട് പോയതാ, അയ്യോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ അങ്ങനെ ഭയങ്കര എന്നിട്ട് ഞാൻ വലിയ തെറ്റ് ചെയ്ത പോലെ എല്ലാവരും എന്നെ നോക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ എന്നിട്ട് ഒന്നും പഠിച്ചില്ല. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് റൂമിലേക്ക് കൊണ്ടുപോയി. ഞാൻ റൂമിലൊക്കെ പോയിരുന്നു
അപ്പം ഓപ്പറേഷൻ അന്നെങ്ങാണ്ട് 1,00,000 രൂപ എങ്ങാണ്ട് ആവുമെന്ന് പറഞ്ഞു, ഈ കൊറോണയുടെ ഇതായതുകൊണ്ട് കേട്ടോ. അപ്പം പിന്നെ അവർ PPE കിറ്റൊക്കെ ധരിച്ച് നമ്മുടെ അടുത്ത് വരത്തുള്ളൂ, അപ്പം അതിനൊക്കെ റേറ്റ് ആവുകയല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുക. എന്നാണേലും ഭക്ഷണമൊന്നും കഴിക്കൽ നടന്നില്ല കേട്ടോ. അപ്പം സാധാരണ ഓപ്പറേഷൻ്റെ സമയത്ത് 9:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിച്ചങ്ങ് നിർത്തണം കേട്ടോ. എന്നിട്ടപ്പോഴത്തേക്കും ഇവർ കൊണ്ടുതരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ബിരിയാണിയുടെ പാക്കറ്റില്ലേ, അതിനകത്തായി ചോറ് കൊണ്ടിരുന്നത്. അതിനകത്താണെങ്കിൽ പകുതി ചോറേ ഉള്ളൂ. 9:30 കഴിഞ്ഞ പിന്നെ എനിക്ക് പിറ്റേ ദിവസം ഒന്നും കഴിക്കത്തില്ലാത്ത ദിവസമാണ്. എന്നിട്ടാണെങ്കിലും എനിക്കാണെങ്കിൽ ഇത് കഴിക്കാനും തോന്നുന്നില്ല, കഴിച്ചു കഴിഞ്ഞാൽ തീർന്നു പോകുമല്ലോ എന്നോർത്ത് അതിനേക്കാളും വലിയ വിഷമം. എന്നിട്ട് ലാസ്റ്റ് എൻ്റെ വിഷമം ഇങ്ങനെ മനസ്സിലാക്കി എൻ്റെ അമ്മ കഴിക്കാതെ ആ ചോറ് എനിക്ക് തന്നു കേട്ടോ. എന്നിട്ട് ആ 2 ചോറ് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ ഓപ്പറേഷന് പിറ്റേ ദിവസം കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഈ കൊറോണ ഉള്ളത് കൊണ്ട് ഏറ്റവും ലാസ്റ്റാണ് നമ്മളെ ഓപ്പറേഷൻ ചെയ്യത്തുള്ളൂ. അപ്പം എത്ര മണിയായി, ഒരു 2:30 ആയി ശരിക്കും ഓപ്പറേഷൻ്റെ സമയം കേട്ടോ. എനിക്കാണെങ്കിൽ വിശക്കുന്നതുകൊണ്ട് ട്രിപ്പ് ഇടുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദാഹിച്ച് മടുത്ത് കേട്ടോ. അതിപ്പോഴത്തേക്കും എനിക്ക് ദാഹിച്ചിട്ടും വിശന്നിട്ടും പറ്റില്ല, ക്ഷീണമാണ് ഭയങ്കരം. അപ്പം സിസ്റ്റർ എന്നോട് പറഞ്ഞു കൊറോണ ആയതുകൊണ്ടാട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഈ RT-PCR ചെയ്യാനെങ്ങാണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പുറത്തേക്കെങ്ങാണ്ട്. അപ്പോൾ അതിനകത്ത് നെഗറ്റീവായി എനിക്ക് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ പറഞ്ഞു നെഗറ്റീവാന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊറോണ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ബ്ലീഡിങ് ഉണ്ടാവും, ഭയങ്കര എന്താ പറയുക ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൂടെയൊക്കെ കടന്നു പോകുന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് നെഗറ്റീവ് ആയതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. RT-PCR ചെയ്തപ്പോൾ നെഗറ്റീവ് ആയായിരുന്നു. കാരണം ചെറുതായിട്ട് എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം 2-3 ആഴ്ചയ്ക്ക് മുന്നേ എനിക്ക് ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എഫക്റ്റ് ആയിരിക്കും അതിനകത്ത് കാണിച്ചത് കേട്ടോ. എന്നാണെങ്കിലും പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും സംഭവമില്ല. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു കേട്ടോ. 2:30 ആയി ഓപ്പറേഷന് കയറ്റുമ്പോഴും കേട്ടോ. അന്നേരം തന്നെ ഞാൻ ദാഹിച്ച് മടുത്തു, എൻ്റെ ചൊടിയെല്ലാം ഉണങ്ങുക. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു എനിക്കൊരു തുള്ളി വെള്ളം തരാമോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ സിസ്റ്റർ എനിക്ക് പഞ്ഞിക്കകത്ത് മുക്കി എൻ്റെ ചുണ്ടേക്കട തേച്ച് തന്നു കേട്ടോ. അങ്ങനെ കഷ്ടപ്പെട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. പെങ്കൊച്ചാന്ന് പറഞ്ഞു, എല്ലാം സെറ്റായി. എന്നെ മുറിയിലേക്ക് മാറ്റി, എന്നെ ICUയിലേക്ക് മാറ്റി അവിടെ കിടത്തിയേക്കുക. അപ്പം എൻ്റെ പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ കിടന്ന് പയ്യെ നല്ല ഉറക്കം വരും. അന്നേരം ഞാനിങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോഴത്തേക്കും ഒരു കൊച്ചു കിടന്ന് ഭയങ്കരമായിട്ട് കിടന്ന് കരയുക. ഭയങ്കര അമ്മേന്ന് വിളിച്ച് കിടന്ന് കരയുക. ഇതാരുടെ കൊച്ചാന്ന് അറിയത്തില്ല. ഞാൻ ആലോചിക്കും ദൈവമേ ഇത് എൻ്റെ കൊച്ചാണോ ഈ കിടന്ന് കരയുന്നത്. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി അന്നേരം സിസ്റ്റർ അടുത്തെന്ന് പറയാം ഇനിയിപ്പോൾ അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് പുറത്ത് നിൽപ്പുണ്ട്, അവരോട് പറഞ്ഞാലോ. അപ്പോൾ ഞാൻ അടുത്ത് ദൈവമേ എൻ്റെ കൊച്ചിന് എന്തെങ്കിലും കുഴപ്പം കാണും, ചിലപ്പോൾ കാലിന് എന്തെങ്കിലും പ്രശ്നം കാണും, ചിലപ്പോൾ കൈക്ക് എന്തെങ്കിലും പ്രശ്നം കാണും, ഇതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ഞാനിത് കേട്ടുകൊണ്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ബൈസ്റ്റാൻഡേഴ്സ് പുറത്ത് നിൽപ്പുണ്ട്, അപ്പം പുറത്തുനിന്ന് ആളെ വിളിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും ഹസ്ബൻഡ് നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അമ്മയും ഹസ്ബൻഡൊക്കെ അവിടെ. ഞാൻ അന്നേരം അപ്പോൾ ഈ സിസ്റ്റർ ഇങ്ങനെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ഒക്കെ കാര്യമൊക്കെ പറയുന്നത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററെ എൻ്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റിയിട്ടാണോ നിങ്ങളിങ്ങനെയൊക്കെ അന്വേഷിക്കുന്നത്? എൻ്റെ കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കയ്യും കാലൊക്കെ ഒന്ന് എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇതാട്ടോ സിത്താരയുടെ കൊച്ച്, കൈക്ക് ഇത് കുഴപ്പമില്ല, കാലിനൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ, പേടിക്കാനൊന്നുമില്ല, റിലാക്സ് ചെയ്ത് കിടന്നോ, അതിങ്ങനെ ചുമ്മാ കരയുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ആശ്വസിപ്പിച്ചു കേട്ടോ. എനിക്ക് അനസ്തേഷ്യ തന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി കേട്ടോ. എനിക്ക് പേടി ഇനിയിപ്പം എന്നെ മരയ്ക്കുന്നതിനിപ്പുറം ഇവർ എന്താ പറയുക കീറി മുറുക്കി വന്നു കേട്ടോ. അപ്പം നമുക്കറിയത്തില്ലല്ലോ. അപ്പം നമ്മുടെ കാലെനിക്ക് അനക്കാൻ പറ്റുന്നുണ്ട്. ആദ്യത്തെ ആകുമ്പോൾ എനിക്ക് അനക്കാൻ ഇങ്ങനെ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. രണ്ടാമത്തേന് എനിക്ക് അനക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ കാലിട്ട് നല്ലോലിട്ട് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും കേട്ടോ. കാലനക്കം നമുക്ക് കാലനക്കാൻ പോലും പറ്റില്ലാത്ത പോലെ കാല് മരച്ചു പോകും. അന്നേരമാണ് നമ്മളിങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവരെന്നെ ശരിക്കും ഓപ്പറേഷൻ മരയ്ക്കുന്നതിനിപ്പുറം കീറുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ കാലനക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞു സിത്താരെ കാലനക്കരുത്, കാല അടക്കി വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കാലൊക്കെ ഇറക്കി വെച്ചു കേട്ടോ. പിന്നെ എനിക്ക് വേദനയൊന്നും അങ്ങനെയൊന്നും നമുക്ക് അറിയത്തൊന്നുമില്ല. എന്നാലും കുറേയൊക്കെ അറിയാമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ എന്താ പറയുക ഒരു വയറേക്കടി ഇങ്ങനെ പേനയും കൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്ന് നല്ല സുഖമായിട്ടൊന്ന് ഉറങ്ങാം എന്നൊരു ഉദ്ദേശത്തിലാണ് ഞാനിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ഓപ്പറേഷനും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല സുഖമായിട്ട് കമ്പിളിയെല്ലാം പുതച്ച് നല്ല തണുപ്പൊക്കെ ആയിരുന്നു, സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു ഉദ്ദേശിച്ച് ഞാൻ കിടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കാൻ പറ്റിയില്ല ഈ കൊച്ചിൻ്റെ കാർച്ച കേട്ടിട്ട്. അപ്പോൾ ഞാനോടത്ത് കൊച്ചിന് എന്തെങ്കിലും പറ്റിയിട്ടായിരിക്കുന്നു. അപ്പം ഞാൻ അന്നേരം സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററെ ആ കരയുന്നത് എൻ്റെ കൊച്ചാണോ എന്ന് ചോദിച്ചു. സിസ്റ്റർ പറഞ്ഞു അത് സിത്താരയുടെ കൊച്ചാട്ടോ കരയുന്നത്. ആ കൊച്ചു കാരണം ഞാനൊരു തുള്ളി ഉറങ്ങിയില്ല. നമുക്കൊരു വിഷമം ആവില്ല നമ്മുടെ കൊച്ചു കിടന്ന കാര്യം നമ്മൾ എങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്. അങ്ങനെ ഞാൻ ഉറങ്ങാതെ ഏറ്റിരുന്നു കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വേദന എടുക്കാൻ തുടങ്ങി കേട്ടോ. ഭയങ്കരമായിട്ട് വേദന എടുക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് കൊച്ചു ബഹളം അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് കുളവായിപ്പോയി കേട്ടോ. അപ്പം ഞാനത് എൻ്റെ ആ കൊറോണയുടെ കാര്യം പറയാൻ വേണ്ടിയാട്ടോ സത്യത്തിൽ ഞാൻ വന്നത്. അപ്പം ചുമ്മാ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ.
അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം അഹങ്കാരം ആപത്താണ്. എനിക്ക് അപ്പം തന്നെ അഹങ്കാരത്തിനുള്ള ഫലം കിട്ടി കേട്ടോ. ഞാൻ അത്രയും നടുക്കിരുന്ന് മറ്റുള്ളവരെ എല്ലാം കളിയാക്കിയതിൻ്റെ എനിക്ക് ഇച്ചിരി നേരം കൊണ്ട് അത് കിട്ടി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.